ടാറ്റ ഗ്രൂപ്പിന്റെ കപ്പൽ നിർമ്മാണ പദ്ധതിയിൽ മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രി. മിഷൻ സമുദ്രയുടെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് പരാമർശിച്ചതെന്ന് വിശദീകരണം. ഒരു സ്ഥാപനവുമായി നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ വിശദീകരണം. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലി, മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചതിനെ തിരുത്തുകയാണ് ടാറ്റ ഗ്രൂപ്പ് ചെയ്തത്. കാരണം അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് പോലുമില്ല എന്ന് കമ്പനി അധികൃതർ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് വി.ഡി. സതീശന് മുഖ്യമന്ത്രിക്ക് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നത്, അല്ലേ? കെ.പി. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് മുഖ്യമന്ത്രി ഒരു അഭിമുഖത്തിൽ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ള കപ്പൽ നിർമ്മാണശാലയെ പറ്റി അറിയില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ബന്ധമില്ല, അതിൽ നിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ള ടാറ്റയുടെ ഔദ്യോഗിക പ്രതികരണം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളും ഒരു വിശദീകരണ കുറിപ്പുമായി ഇറങ്ങുന്നത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണ കുറിപ്പ് അല്പസമയം മുമ്പാണ് വന്നത്. അതിൽ പറയുന്നത് മിഷൻ സമുദ്രയുടെ ഭാഗമായുള്ള ടാറ്റ നിക്ഷേപ വിവാദത്തിൽ ഒരു വിശദീകരണമാണ്. വിശദീകരണത്തിൽ പറയുന്നത് മിഷൻ സമുദ്രയുടെ ഭാഗമായ ആകെ നിക്ഷേപത്തിന്റെ വ്യാപ്തിയാണ് 10,000 കോടി രൂപയുടെ നിക്ഷേപ സാധ്യതയെന്ന പരാമർശത്തിലൂടെ താൻ സൂചിപ്പിച്ചതെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് പറയുന്നത്. കൂടാതെ തന്നെ മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്ത് തന്നെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടും നിക്ഷേപ ആകർഷണ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി ആ അഭിമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിവിധ പദ്ധതികളിലൂടെയും വിവിധ നിക്ഷേപങ്ങളിലൂടെയും വരും വർഷങ്ങളിൽ വലിയൊരു നിക്ഷേപത്തിന്റെ വ്യാപ്തി അതാണ് ഈ 10,000 കോടിയിൽ എന്നുള്ളതാണ് താൻ പറഞ്ഞതെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പറയുന്നത്. ഒപ്പം തന്നെ അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ പദ്ധതി അല്ലെങ്കിൽ കരാറ് അന്തിമമായി ഒപ്പുവെച്ചതായി താൻ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഈ ടാറ്റയുടെ പ്രതികരണത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ച കപ്പൽ നിർമ്മാണശാലയെ പറ്റി തങ്ങൾക്ക് അറിയില്ല എന്ന് ടാറ്റ ഔദ്യോഗികമായി പ്രതികരിക്കുകയുണ്ടായി. ഒരു പദ്ധതിയുമായും ഇത്ര കോടി രൂപയുടെ കരാർ എങ്ങും ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ള ഔദ്യോഗിക പ്രതികരണം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ തകിടം മറിഞ്ഞുള്ള അല്ലെങ്കിൽ മലക്കം മറിഞ്ഞുള്ള ഒരു മറുപടിയുമായി മുഖ്യമന്ത്രി കൂടി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും വലിയ രീതിയിലുള്ള തർക്കങ്ങളും ഒക്കെ തുടരുന്നതിനിടയിലാണ് ടാറ്റ ഔദ്യോഗിക പ്രതികരണം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മലക്കം മറിഞ്ഞുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വിശദീകരണ കുറിപ്പ് കൂടി പുറത്തു വരുന്നത്. കെ.പി. ശരി, എസ് ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.